ഇടുക്കി നെടുങ്കണ്ടത്ത് വീട്ടുപറമ്പിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മേരിക്കുട്ടി, മകൻ റെജി എന്നിവരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിയെന്ന് സംശയിക്കുന്ന മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജിക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. 4 അംഗ സംഘങ്ങളായി തിരഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത്. മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിന്റെ തിരോധാനം വീണ്ടും പോലീസ് അന്വേഷിക്കും. 2018-ൽ സമാന സാഹചര്യത്തിലാണ് മാത്യുവിനെയും കാണാതായത്. ഇന്നലെയാണ് പച്ചടി സ്വദേശി മേരിക്കുട്ടിയുടെ വീട്ടുപറമ്പിൽ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. മേരിക്കുട്ടി, മാത്യു, മകൻ റെജി എന്നിവരെ കുറെ നാളുകളായി കാണാനില്ലായിരുന്നു. ഇരുവരെയും കാണാതായപ്പോൾ നാട്ടുകാർ ഇളയ മകനോട് വിവരം തിരക്കിയിരുന്നു. ഇയാളുടെ പരസ്പര വിരുദ്ധമായ മറുപടിയിൽ സംശയം തോന്നിയ നാട്ടുകാർ ഈ വിവരം മകളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് മകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും മകനെയും കാണാതായതിനെ തുടർന്ന് വീട്ടുപറമ്പിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുന്നത്. മേരിക്കുട്ടിയും മകൻ റെജി എന്നിവരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക നിഗമനം. വരെ കുറെ നാളായി കാണാനില്ലായിരുന്നു. പ്രതിയെന്ന് സംശയിക്കുന്ന മേരിക്കുട്ടിയുടെ ഇളയ മകൻ ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4 അംഗ സംഘങ്ങളായിട്ടാണ് തിരിഞ്ഞാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിന്റെ തിരോധാനവും വീണ്ടും പോലീസ് അന്വേഷിക്കാനൊരു തീരുമാനമായിട്ടുണ്ട്. ഇയാളെയും ഇതുപോലെ കാണാതായതായിരുന്നു. 2018-ൽ സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഭർത്താവ് മാത്യുവിനെയും കാണാതായിട്ടുള്ളത്. ഇന്നലെയാണ് പച്ചടി സ്വദേശി മേരിക്കുട്ടിയുടെ വീട്ടുപറമ്പിൽ നിന്നും ഇത്തരത്തിൽ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തിയത്. മേരിക്കുട്ടി, മാത്യു, മകൻ റെജി എന്നിവരെ കുറെ നാളുകളായി കാണാനില്ലായിരുന്നു. എന്തായാലും ഇവരെ കാണാതായപ്പോൾ നാട്ടുകാർ ഇളയ മകനോട് വിവരം തിരക്കിയിരുന്നു. പക്ഷേ ഇളയ മകനായ സജിയുടെ പരസ്പര വിരുദ്ധമായ മറുപടിയിലാണ് നാട്ടുകാർക്ക് സംശയമുണ്ടായത്. ഇതേ തുടർന്ന് ഈ വിവരം മേരിക്കുട്ടിയുടെ മകളെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മേരിക്കുട്ടിയുടെ മകൾ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വീടിന്റെ സമീപത്തു നിന്നും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇനി ഈ മൃതദേഹങ്ങൾ ഇവരുടേത് തന്നെയാണോ, മേരിക്കുട്ടിയുടെയും മകന്റെയും ആണോ എന്നുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നാണ് ഇവരുടെ ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടക്കുക.